ഹലോ, വെൽക്കം ടു നൂറാനുവാൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. വെറും മുട്ടക്കറിയല്ല, പാല് കൊണ്ടൊരു മുട്ടക്കറി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് സബോളയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും തക്കാളി ഇട്ടിട്ട് നന്നായി വാട്ടണം. സബോളയുടെ പച്ചമണവും തക്കാളിയൊക്കെ നന്നായി വെന്ത് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടണം. അപ്പോൾ നന്നായി ഇളക്കി അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം നന്നായി ഇളക്കാൻ. അത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ പാല് കൊണ്ടുള്ള ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് ഒരു വെള്ള കളറിലാണ് ഇനി മഞ്ഞ കളറാണ് ഇഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടി ലേശം ഇടാം. അപ്പോൾ നമ്മളിടുന്നത് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. വേറെ നമ്മൾ മുളക് പൊടിയോ വേറൊരു പൊടി മസാലകളോ ഒന്നും ഇതിലിടുന്നില്ല. കുരുമുളക് പൊടി നമ്മൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തു. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. ആ കുരുമുളക് പൊടിയുടെ എരിവൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനിയാണ് നമുക്കതിലേക്ക് മെയിൻ ഐറ്റം പാല്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലാണ്. തേങ്ങാപ്പാലിലും ഈ കറി ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ എടുത്തത് പാക്കറ്റ് പാലാണ്. 2 പാക്കറ്റ് പാലാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് പാലെടുക്കാം. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നന്നായി ഇനി അത് തിളച്ച് വരണം. നല്ലപോലെ ആ പാല് അതിലൊക്കെ നന്നായി സോക്കായി നന്നായി അത് തിളച്ച് വരണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എത്ര പേരാണോ നമ്മുടെ വീട്ടിലുള്ളെങ്കിൽ ഇപ്പോൾ 5 പേർക്കുള്ള കറിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് പാലിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ 2 പേരോ 3 പേരോ ഉള്ള വീട്ടിലാണെങ്കിൽ 1 പാക്കറ്റ് പാല് മതിയായിരിക്കും. അപ്പോൾ നമ്മൾ 2ാമത്തെ പാക്കറ്റ് പാലും കൂടി പൊട്ടിച്ചൊഴിച്ചു. നന്നായിട്ട് അതൊന്നിനി തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വരട്ടെ. ആ സമയം നമ്മളവിടെ മുട്ട പുഴുങ്ങാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ മല്ലിയിലയാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മുട്ട തൊലിയൊക്കെ പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നന്നായി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് പാല് നന്നായി തിളച്ച് പൊന്തുമല്ലോ. അപ്പോൾ അതുപോലെ നന്നായി തിളച്ച് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ടകൾ മുറിച്ച് നമ്മൾ 2 കഷ്ണമാക്കിയിട്ടാണ് മുട്ട ഇതിലേക്ക് മുറിച്ചിടുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഒരെണ്ണമായിട്ടും ഇടാം. എല്ലാം മുറിച്ചിടണം. ആളുകൾക്ക് എണ്ണം കൂടുതലാണ്, മുട്ട കുറവാണെങ്കിൽ മുട്ട നമുക്ക് മുറിച്ചിട്ടും അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മുട്ട ഇതിലിട്ട് കൊടുക്കുന്നത്. മുട്ടയൊക്കെ ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ച മല്ലിയിലയും കൂടി അതിന് മുകളിലൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ, ടാറ്റാ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.